Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. രാഷ്ട്രീയത്തിന്റെ ക്രിമിനൽ വൽക്കരണത്തിനും ജനാധിപത്യാവകാശ നിഷേധങ്ങൾക്കുമെതിരായി പൗരാവകാശ സമ്മേളനം ഗാന്ധി പാർക്കിൽ നടന്നു. എം.എൻ. കാരശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. രാഷ്ട്രീയ രംഗത്തെ കുറ്റവാളിത്തത്തിനും ജനാധിപത്യ അവകാശ നിഷേധങ്ങൾക്കുമെതിരെ പയ്യന്നൂർ പൗരാവകാശ സംരക്ഷണ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പൗരാവകാശ സമ്മേളനം സംഘടിപ്പിച്ചു. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്ത സമ്മേളനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും പൗരാവകാശങ്ങളെക്കുറിച്ചും ഗൗരവകരമായ ചർച്ചകൾക്ക് വേദിയായി. പ്രമുഖ ചിന്തകൻ എം.എൻ. കാരശ്ശേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മിക്ക സമരങ്ങളുടെയും മിക്ക കൊലപാതകങ്ങളുടെയും മിക്ക ആത്മാഹുതികളുടെയും മിക്ക രക്തസാക്ഷിത്വത്തിന്റെ ഒക്കെ കാര്യം കുറച്ച് കഴിയുമ്പോൾ വളരെ പരിഹാസമായിട്ട് ഇതൊരു സ്ഥിതി എന്നാലോചിച്ചു. ഇതിനൊന്നും കൃത്യമായി നടപടിയില്ല. നിയമ നടപടി വരും. ഇവിടെ കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ ഉച്ചയ്ക്ക് 3 മണിക്ക് 30ഓളം പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന ആരോഗ്യമന്ത്രിയെ ഗറില്ല മോഡൽ ആക്രമണം നടത്തി. വല്ലവരുമല്ല, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് പറയാണ്, കഴുത്ത് പിടിച്ച് ഞെരിച്ചു, കൈ പിടിച്ച് ഞെരിച്ചു. ഇതൊരു മന്ത്രി സ്ത്രീയെ അപ്പൊ ഈ 30 പോലീസുകാർ അന്ന് പിടിച്ചോടുണ്ടായിരുന്നു. ഡോക്ടർ പി വി രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. പത്മശ്രീ വി പി അപ്പുക്കുട്ട പൊതുവാളുടെ സമാധാന സന്ദേശം ചടങ്ങിൽ എൻ സുബ്രഹ്മണ്യൻ വായിച്ചു. ടി പി പത്മനാഭൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ തരംഗം നേരിടുന്ന മൂല്യച്യുതിയുടെയും പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ അടിച്ചമർത്തപ്പെടുന്നതിനെയും സമ്മേളനം ശക്തമായി അപലപിച്ചു. ജനകീയ കൂട്ടായ്മകളിലൂടെ മാത്രമേ ഇത്തരം പ്രവണതകളെ ചെറുക്കാൻ സാധിക്കൂ എന്ന് സമ്മേളനം വിലയിരുത്തി. സാംസ്കാരിക സാമൂഹിക മേഖലയിലെ നിരവധി പ്രമുഖർ സമ്മേളനത്തിൽ അണിനിരന്നു. എം.എൻ. കാരശ്ശേരി, ഡോക്ടർ പി വി രാജഗോപാൽ, ഡോക്ടർ എം പി മത്തായി, ഡോക്ടർ എ കെ രാമകൃഷ്ണൻ, വി എസ് അനിൽകുമാർ തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. വേൾഡ് വിത്തൌട്ട് വാർ ആൻഡ് വയലൻസ് തുടങ്ങിയ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. കെ ഇ കരുണാകരൻ സ്വാഗതവും വിനോദ് കെ പി നന്ദിയും രേഖപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വേനലവധി കളറാക്കാൻ പറ്റിയൊരിടം. ചൂടകറ്റാൻ പുഴയിൽ ഒരു കുളിയും കഴിഞ്ഞ് പ്രകൃതി ഭംഗി കണ്ട് വിശ്രമിക്കാം. കൂവേരി എന്ന ഗ്രാമത്തെ വിനോദസഞ്ചാര ഭൂപടത്തിൽ ചേർക്കാൻ ഈ ഒരു പാലം മാത്രം മതി. ഇൻസ്റ്റഗ്രാം റീൽസുകളിലും ഫേസ്ബുക്ക് സ്റ്റോറികളിലും ട്രെൻഡിംഗ് ആണ് ഇപ്പോൾ കൂവേരി തൂക്കുപാലം. കണ്ണൂർ ജില്ലയുടെ വിനോദസഞ്ചാര ഭൂപടത്തിൽ പൊൻതൂവൽ കൊണ്ട് എഴുതി ചേർത്ത ഒരു സ്ഥലം കൂവേരി തൂക്കുപാലം. അതിന്റെ കാഴ്ചകൾ ആദ്യം ഒന്ന് കണ്ടുവരാം. വേനലവധിക്കാലം കളറാക്കാൻ പറ്റിയ ഒരിടമാണ് ഈ കൂവേരി തൂക്കുപാലം. വിനോദസഞ്ചാരികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ, അവധി ദിവസങ്ങൾ കളറാക്കാൻ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് ശാന്തമായി ഒഴുകുന്ന കൂവേരി പുഴയും കൂടെ ഉള്ളപ്പോൾ ഒന്ന് കുളിച്ച് മനസ്സും ശരീരവും ഒന്ന് തണുപ്പിക്കാനും ഈ സ്ഥലം ഉഷാറാണ്.
വെയിലൊക്കെയാണ്. ശരീരവും മനസ്സും ഒന്ന് തണുപ്പിക്കണമെങ്കിൽ കൂവേരി പുഴ ഇവിടെ ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. കൂവേരി തൂക്കുപാലത്തിൽ എത്തിച്ചേരുന്ന നിരവധി പേരും എല്ലാവരും എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഈ ഒരു കൂവേരി പുഴയിലെത്തി ഒന്ന് കുളിച്ചതിന് ശേഷം മാത്രമേ 3/4 ഭാഗം ആൾക്കാരും ഇവിടുന്ന് തിരിച്ചു മടങ്ങാറുള്ളൂ. ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പാലം കുലുക്കരുത്, ഒരേ സമയം 20 പേരിൽ കൂടുതൽ ഈ പാലത്തിൽ കയറരുത്, അങ്ങനെയൊക്കെയുള്ള മാനദണ്ഡങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തുന്നവർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വേണം വേനലവധി ഒന്ന് ഉഷാറാക്കാൻ. ക്യാമറമാൻ പ്രണവ് പെരുമാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ട കാർ തകർത്തു. കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായും തകർത്ത നിലയിലാണ്. സമീപത്ത് നിർത്തിയിട്ട 3 ഓട്ടോറിക്ഷകളുടെ ഡാഷ്ബോർഡുകളും തകർത്തിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത് എന്ന് സംശയിക്കുന്നു. ഞായറാഴ്ച രാവിലെയാണ് വാഹനം തകർത്തത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. റെയിൽവേ സ്റ്റേഷന് മുന്നിലെ പേ പാർക്കിംഗ് കേന്ദ്രത്തിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ലുകൾ പൂർണ്ണമായി അടിച്ചു തകർത്ത നിലയിലാണ്. കാറിന്റെ ബോണറ്റിൽ ചുവന്ന മഷി കൊണ്ട് ഇംഗ്ലീഷിൽ എഴുതുകയും ചെയ്തിട്ടുണ്ട്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന 3 ഓട്ടോറിക്ഷകളുടെ ഡാഷ്ബോർഡ് തകർത്ത് പണം കവരാനുള്ള ശ്രമവും നടന്നിട്ടുണ്ട്. പഴയങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. ഞങ്ങളെ സ്റ്റാൻഡിലെ 3 വണ്ടിയും പിന്നെ ഇവിടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ട ഒരു ഡോക്ടറെ കാറും ഒക്കെ വന്നിട്ട് കുറച്ച് സാമൂഹിക ദ്രോഹികൾ വന്നിട്ട് വണ്ടി കുത്തി പൊട്ടിക്കുകയും ഞങ്ങളെ വണ്ടിയിലെ ഡാഷ്ബോർഡ് പൊട്ടിക്കുകയും പിന്നെ എല്ലാം വലിച്ച് പൊട്ടിക്കുകയും പിന്നെ വണ്ടിയിലെ സെറ്റ് ഊരിക്കൊണ്ടുപോകും, ബാറ്ററി, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളിൽ ഉണ്ടായിട്ടുണ്ടായിനി. ക്യാമറയും സംവിധാനം സിസ്റ്റം എല്ലാം ഉണ്ട്. എന്നിട്ടും വന്നിട്ട് രാത്രി വന്നിട്ട് ഇവിടെ ഇത് മാത്രമല്ല പല തവണ ഇവിടുന്ന് പല മോഷണം പോയിട്ടുണ്ട്. ഡീസൽ ബൈക്കിൻ്റെ എണ്ണ മോഷ്ടിക്കുകയും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിനി. രാത്രികാലങ്ങളിൽ ഇവിടെ ആവശ്യമായ വെളിച്ചമില്ലാത്തത് കാരണം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അക്രമം നടത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നടന്നു. ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം കേരള ബാങ്ക് പ്രസിഡന്റ് പി മോഹനൻ നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ സഹകരണ മേഖല പുതിയ ചില വെല്ലുവിളികളെ നേരിടുന്നുണ്ട് എന്നുള്ളത് ഗൗരവത്തോടെ നാം കാണേണ്ടതുണ്ട്. ഇന്ത്യയിൽ മറ്റേതൊരു സംസ്ഥാനത്തെയും ഏതൊരു പ്രദേശത്തെയും നിലവിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ പ്രസ്ഥാനത്തു നിന്നും തികച്ചും വ്യത്യസ്തമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. ഇവിടെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഇന്ന് സഹകരണ പ്രസ്ഥാനം ഇടപെടുന്നുണ്ട്. ഒരു 110 കൊല്ലക്കാലത്തെ ചരിത്ര പാരമ്പര്യമാണ് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിനുള്ളത്. 40 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിച്ച ബാങ്ക് സെക്രട്ടറി KP രതിയുടെ യാത്രയയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും TI മധുസൂദനൻ MLA നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PP സിദിൻ അധ്യക്ഷനായി. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, C സത്യപാലൻ, AP രജനി, P ശശിധരൻ, NK ഗംഗാധരൻ, PV വത്സല, A ജയശ്രീ, KP രാഘവൻ, KP കണ്ണൻ, N അബ്ദുൾ റഹ്മാൻ, AK രാജഗോപാലൻ, MTP അബ്ദുള്ള അസീസ്, M സുനിൽകുമാർ, PV പ്രഭാകരൻ, T ദിവാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ആദിത്യൻ നയിച്ച ഗസൽ സന്ധ്യയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
പൂക്കളിൽ റാണിയാണ് കടലാസ് പൂവ് അല്ലെങ്കിൽ ബോഗൻവില്ല. മീറ്റർ കണക്കിന് വളരുന്ന ചെടി തൊട്ട് പുതുകാലത്തിൻ്റെ ട്രെൻഡായ ചട്ടിയിലെ കടലാസ് ചെടി വരെ നമുക്ക് എന്നും പ്രിയമാണ് ബോഗൻവില്ലകൾ. മലയാളിയുടെ പൂന്തോട്ട സങ്കല്പങ്ങൾക്ക് എന്നും ചാരുത പകർന്നിട്ടുള്ള ഒന്നാണ് കടലാസ് പൂക്കൾ അഥവാ ബൊഗെയിൻവില്ല. ചുവപ്പും വെള്ളയും ഓറഞ്ചും നിറത്തിലുമെല്ലാമായി അതങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാണുവാൻ തന്നെ നല്ല ചേലാണ്. ഇലകൾ പൂക്കളായി മാറുന്നതാണ് ഓരോ ബൊഗെയിൻവില്ലയും. ഇതിന്റെ യഥാർത്ഥത്തിലുള്ള പൂക്കൾ ചെറുതും ഭംഗിയില്ലാത്തതുമാണ്. ഇവയെ ചുറ്റി നിൽക്കുന്നതാണ് കടലാസ് പൂക്കൾ. നാടൻ കടലാസ് പൂക്കളിൽ നിന്നും നാം ഏറെ വഴിമാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന മുന്തിയ തരം ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. മതിലിൽ നിന്നും നമ്മെ ആകർഷിച്ചിരുന്ന കടലാസ് പൂക്കൾ ഇന്ന് ചെറിയ ചട്ടികളിലും ബാൽക്കണിയിൽ നിന്ന് ഞാന്നു കിടക്കുന്ന രൂപത്തിലുമെല്ലാമായി പരിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇടയ്ക്ക് പൂവിന്റെ നിറം മാറി വരുന്നവയുമുണ്ട്. ഒരു ചെടിയിൽ പല നിറങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്നതും ധാരാളമായി കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടക മത്സരം 2025 പയ്യന്നൂരിന് അഭിമാനമായി മനോജ് മൈത്രി മികച്ച രംഗപടം ഒരുക്കിയതിനാണ് കാനായി സ്വദേശിയായ മനോജ് മൈത്രി സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയത്. 2025 പുറത്തിറങ്ങിയ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ കേരള സംഗീത നാടക അക്കാദമി ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ച പയ്യന്നൂരുകാരനാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത്. കാനായി സ്വദേശിയായ മനോജ് മൈത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. മനോജേട്ടാ, ഏത് വിഭാഗത്തിനാണ് താങ്കൾക്ക് അവാർഡ് ലഭിച്ചത്? നാടക രംഗപടം ചില നമ്മുടെ നാടകങ്ങൾ കാണുന്ന വിഷ്വലുകൾ ഉണ്ടാവുമല്ലോ, സീനറികൾ, അതുപോലെ വീടുകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള രംഗപടം ചിലൊരു നാടകത്തിൻ്റെ രചനയ്ക്കനുസരിച്ച് വെച്ച് നമ്മൾ ചെയ്യുന്ന ഇത് എന്ന് വെച്ചാൽ കർട്ടനുകളായാലും അതുപോലെ പശ്ചാത്തല രംഗപട സംവിധാനം എന്നാണ് പറയാം. അപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ ഈ രംഗപടത്തിൽ? 4 വർഷമായി. വിജയൻ കടമ്പേരി എന്ന ദൈവതുല്യനായ ഗുരുനാഥൻ എത്തിച്ചാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കീഴിലാണ് താങ്കൾ അഭ്യസിച്ചത്. അയാളെ എന്ന് പറയുന്നത് ഒരു നിറഞ്ഞ സ്നേഹം അല്ലെങ്കിൽ നല്ലൊരു മനസ്സുകൊണ്ടാണ് എന്നെ ഇന്ന് ഈ പുരസ്കാരത്തിലേക്ക് എത്തിച്ചത്. അപ്പോൾ നാടകം അഭിനയം പോലെ തന്നെ ഏറ്റവും പ്രാധാന്യമേറിയ ഒന്നാണ് രംഗപടം. അതായത് ഓരോരോ സിറ്റുവേഷൻ അനുസരിച്ച് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നതാണ് അതിന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും വലിയൊരു ഫ്രെയിമിൽ വരച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? അല്ല, അതിപ്പം എന്താ പറയുക, നമ്മൾ ആ ഒരു ശീലിച്ചത് കൊണ്ടും നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ആദ്യമായിട്ട് വരുന്നവർക്കെല്ലാം കാണുന്നവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഈ പണി. എന്ന് വെച്ചാൽ ഇത്രയും ഇപ്പം ഈ നമ്മൾ ചൂടിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇത്രയും വരച്ചെടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ 10 നാടകം ആണ് മത്സര രംഗത്ത് എത്തിയത്. അപ്പോൾ 10ൽ 3 നാടകത്തിലും രംഗപടം ചെയ്തിരിക്കുന്നത് താങ്കളാണ്. അല്ല, 10ൽ 5 നാടകങ്ങളും നമ്മളതായിരുന്നു. അതെ അല്ലേ? അതിൽ 3 സെലക്ട് ചെയ്തിട്ടാണ് അവാർഡ് കിട്ടിയത്. അപ്പം ആ 3 നാടകത്തിൽ എന്തൊക്കെയായിരുന്നു ആ ചെയ്ത സാധനം? അത് 3 വ്യത്യസ്ത പാറ്റേണിലായിരുന്നു. ഒന്ന് ഹിഡുംബിൻ്റെ കഥ പറഞ്ഞൊരു വംശം, അതാണ് അതിൽ മികച്ചു നിന്നത്. അപ്പോൾ അതിൽ എന്താ പറയേണ്ടത്, നമ്മുടെ കാടും കൊട്ടാരങ്ങളുമായിട്ടുള്ള ഒരിതാണ്. മറ്റൊന്ന് അങ്ങാടിക്കുരുവികളാണ്. അങ്ങാടിക്കുരുവികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പഴയ ഗ്രാമീണ ഒരു പശ്ചാത്തലം, പഴയ ഒരു നാട്ടുമ്പുറത്തെ കട, അങ്ങനെയുള്ളൊരു രീതി. മറ്റേ കാലം പറക്കണം എന്ന് പറഞ്ഞാൽ അതൊരു പുതിയൊരു വേറൊരു സ്റ്റൈലിലെ സെറ്റ്. അങ്ങനെയാണ് 3 ടൈപ്പ് വർക്കായിരുന്നു. അപ്പൊ നമുക്കിത് ഭാവനക്കനുസരിച്ച് വരച്ചെടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടാവണം. എങ്ങനെയാണ് നമ്മൾ ഇപ്പൊ പഴയ കാലം എന്ന് പറഞ്ഞു പശ്ചാത്തലം, അപ്പൊ ആ പഴയ കാലത്തെ ഓർമ്മകളും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പിന്നെ സമർപ്പിക്കാൻ പറ്റുന്ന വേണം. അല്ല, നമ്മളതിന് കുറെ എന്ന് വെച്ചാൽ എന്താ പറയാ, ഒരു പിന്നെ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ആത്മസമർപ്പണം എന്നെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത് ആദ്യം ചെയ്യുക? ഇത്രയും വലിയ ക്യാൻവാസിൽ വരക്കുന്നതിന് മുൻപ് ചെറിയ പിന്നെ പേപ്പറിൽ വരക്കുക, എങ്ങനെയാണ് ചെയ്യാറ്? അല്ല, ചില സാധനങ്ങളൊക്കെ വെച്ചാൽ കുറച്ച് ടഫായിട്ട് തോന്നുന്നതെല്ലാം ഒരു പെൻസിൽ സ്കെച്ച് പോലെ ആദ്യം പേപ്പറിൽ ചെയ്തെടുക്കും. പിന്നെ നമ്മൾ കർട്ടനിലേക്ക് അത് സ്കെച്ച് ചെയ്യും. പിന്നെ പ്രിയ ഗുരുനാഥൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും. ഇപ്പൊ പിന്നെ ഇതുപോലെ ഒരു വലിയ ഫ്രെയിം വരച്ചെടുക്കാൻ എത്ര സമയം എടുക്കും? എത്ര ദിവസം എടുക്കും? അല്ല, അത് നമ്മൾ വരക്കുന്ന സീനുകൾ പോലെ അല്ലെങ്കിൽ വിഷ്വൽ പോലെയാണ്. എന്നുവെച്ചാൽ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ, ഇതെല്ലാം ഇപ്പം നമ്മൾ വരച്ച പൂന്തോട്ടങ്ങൾ പോലെയാണ്. ഒരു 2 ദിവസം കൊണ്ട് നമുക്ക് വരച്ച് തീർക്കാൻ പറ്റും. കുറച്ച് വലുതാണെങ്കിൽ ഒരു 2-3 ദിവസം. അങ്ങനെ നമ്മൾ പശ്ചാത്തലത്തിന് കണക്കായിട്ട് ദിവസങ്ങൾ. ഇപ്പോൾ ഏതൊക്കെ തിയേറ്റേഴ്സിന് വേണ്ടി രംഗപടം ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു 10-15ഓളം സമിതിക്ക് വേണ്ടി ഈ വർഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എങ്ങനെയാണ്? സാധാരണ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് താങ്കൾ ഈ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്? അതെ. അല്ല, നമുക്ക് ഈ
പിന്നെ ചെറുപ്പം മുതലേ ചിത്രരചന അല്ലെങ്കിൽ ശില്പം ഇതിനോടൊരു ഭയങ്കര ഒരു ക്രേസാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ സമയം അല്ലെങ്കിൽ ആ ഒരു ഇതിന് കണക്കായി മൂടിന് കണക്കായി അങ്ങ് ചെയ്തു പോകും. അതിൻ്റെ സംതൃപ്തി ഭയങ്കരമാണ്. പുറത്തായിരുന്നു ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം സജീവമായിട്ട് ഇപ്പൊ കലാരംഗത്ത്. അതെ അതെ. അല്ല, ഗൾഫിലും ഇത് തന്നെയായിരുന്നു, നാട്ടുകാർക്ക് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം വിജയേട്ടനെന്ന് വെച്ചാൽ പണ്ട് മുതലേയുള്ള ഒരു ബന്ധമാണ്, കുടുംബപരമായിട്ട് ഏട്ടൻ്റെ അടുത്തൊരു സുഹൃത്താണ്. അങ്ങനെയുള്ളൊരു ബന്ധം. അങ്ങനെ വിജയേട്ടനൊന്നിച്ച് 4 വർഷമായിട്ട് ഇപ്പോൾ വിജയേട്ടനൊന്നിച്ച് തന്നെ. അപ്പോൾ ഇനിയിപ്പം ചെയ്തു തീർക്കാനുള്ള വർക്കുകൾ എന്തൊക്കെയാണ്? അല്ല, ഇനിയിപ്പം അടുത്ത ഈ സീസണിലേക്കില്ലേ നാടകങ്ങൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. മെയ് മുതൽ അങ്ങോട്ട് ഏകദേശം ഒരു ഡിസംബർ വരെ പുതിയ നാടകങ്ങളുടെ വർക്കിൽ. അപ്പോൾ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഇനിയും എന്തായാലും ഒരുപാട് നേട്ടങ്ങൾ തങ്ങളെ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ചിത്രങ്ങളുമായി വരിക. അപ്പോൾ ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്. ക്ഷേത്രമുറ്റങ്ങളിൽ ഏതു പാട്ട് പാടണം, ആര് പാടണം എന്നതിനെ ചൊല്ലി സോഷ്യൽ മീഡിയയിലും പുറത്തും വാദപ്രതിവാദങ്ങൾ മുറുകുമ്പോൾ വടക്കൻ കേരളത്തിലെ ഒരു കോവിലകത്ത് നിന്നും ഉയരുന്നത് പാട്ടിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മനോഹരമായ ഒരു ഈണമാണ്. മതാനുഷ്ഠാനങ്ങളുടെ കടുപ്പമേറിയ തിട്ടൂരങ്ങൾക്കിടയിലും പാട്ടിൻ്റെ മഹാസ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഈ ഇടം നീലേശ്വരത്തെ മടിക്കൈ കക്കാട്ട് കോവിലകമാണ്. ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ പ്രകീർത്തിച്ച് പാടുന്ന ഭജനയിൽ ഇതര മതസ്ഥരുടെ ഗാനം ആലപിച്ചത് സംബന്ധിച്ച ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ക്ഷേത്രവും ഭക്തിഗാനവും ഭജനയുമൊക്കെ ഒരു ഭാഗത്ത് പൊടിപൊടിക്കുമ്പോഴും ഇതൊന്നും ബാധകമല്ലാത്ത ഒരാൾ ഇവിടെയുണ്ട്. ഉലക്ക കൊണ്ടടിയേറ്റ് നടുതകർന്ന് ആ നോവുണക്കാൻ നിങ്ങളൊരു പാട്ട് പാടൂ എന്ന് ഹിജാബ് കൊണ്ട് തലമറച്ച് ഭക്തരോട് ആവശ്യപ്പെടുന്ന ഉമ്മച്ചി തെയ്യം. ഉരലിൽ നെല്ല് കുത്തിയരിയാക്കുമ്പോൾ അത് പാകമായോ എന്ന് രുചിച്ചു നോക്കിയതിനുള്ള ശിക്ഷയായാണ് ഉലക്ക കൊണ്ടുള്ള അടിയേറ്റ് നടുതകർന്നുള്ള എൻ്റെ മരണം. എൻ്റെ അപമൃത്യുവിന് മുകളിൽ നിങ്ങൾ എനിക്കായി ഒരു പാട്ടുപാടൂ എന്നാണ് ഉമ്മച്ചി തെയ്യം ആവശ്യപ്പെടുന്നത്. നീലേശ്വരത്തെ മടിക്കൈ കക്കാട്ട് കോവിലകത്ത് വന്നാൽ പാട്ടിൻ്റെ ആ മഹാസ്വാതന്ത്ര്യത്തെ നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാം. മതാനുശീലത്തിൻ്റെ തിട്ടൂരങ്ങൾ കൊണ്ട് പാട്ടിനെ വിലക്കാൻ ഇവിടെ ആരും വരില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ പാവാട വേണം മേലാട വേണം, ഓ സൈനബ അഴകുള്ള സൈനബ, നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണടച്ചാൽ നീയാണ് എന്നൊക്കെയുള്ള പാട്ടുകളാണ് പാതിയിലറ്റുപോയ ഈ ഉമ്മയുടെ നടുവേദന ശമിപ്പിക്കാൻ തെയ്യക്കാർക്കൊപ്പം തെയ്യം കാണാനെത്തിയവരും ചേർന്ന് പാടുന്നത്. കയ്യിലെ ഉലക്ക കൊണ്ട് മുറത്തിൽ താളമിട്ട് പാട്ട് കേട്ട് ഈ ഉമ്മത്തെയ്യം തന്റെ വേദന ശമിപ്പിക്കും. അന്യമതസ്ഥരുടെ ഗാനങ്ങൾ പാടിയതിനെതിരെ വാളെടുക്കുന്നവർക്ക് ഇത് കേട്ടാൽ ഇത്തിരി ശമനമുണ്ടാകും. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. കരിവെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള സർവീസ് റോഡ് ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി എന്നു തീരും ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ എന്നോർത്ത് ആശങ്കയിലാണ് നാട്ടുകാരും യാത്രക്കാരും. ദേശീയപാത നിർമ്മാണം തുടങ്ങിയ അന്നു മുതൽ തുടങ്ങിയ ദുരിതമാണ് കരിവെള്ളൂരിലെത്തുന്നവർക്ക്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തുള്ള സർവീസ് റോഡിലെ കലുങ്കിന്റെ നിർമ്മാണം ജനങ്ങൾക്ക് ദുരിതം വിതയ്ക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇനി എന്നു തീരും ഇതിന്റെ നിർമ്മാണ പ്രവർത്തികൾ എന്നോർത്ത് ആശങ്കയിലാണ് നാട്ടുകാരും യാത്രക്കാരും. ഒരു പ്രാവശ്യം ഇങ്ങനെ വീണിട്ട് മോട്ടോർ ബൈക്ക് അടക്കുമ്പോൾ രാത്രി 12 മണിക്കുള്ളിൽ ഇങ്ങനെ വീണിട്ട് നമ്മളിങ്ങനെ അവസാനം കയ്യും വാഴയെല്ലാം കൊണ്ട് വെച്ചതിൻ്റെ തൽക്കാലത്ത് റെഡിയാക്കിയിട്ട് പോയി. അതിനുശേഷം വേറെ തിരിഞ്ഞു നോക്കി. പിന്നെ മഴ വന്നിട്ട് പിന്നെ മഴ പോയിട്ടാകുമ്പോൾ നേരെയാക്കാന്ന് പറഞ്ഞു. അതിനുശേഷം അവർ തിരിഞ്ഞു നോക്കിയിട്ട് ഇനിയിപ്പോൾ ആരെങ്കിലും വീണ് കഴിഞ്ഞാൽ ഇവർ നേരെയാക്കും, അങ്ങനെ തോന്നുന്നു. ഇതിലേ പോകുന്ന കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹന യാത്രക്കാരും ജീവൻ പണയം വെച്ചാണ് പോകുന്നത്. കലുങ്കിന്റെ ഒരു ഭാഗത്ത് വലിയ കുഴിയാണ്. ഈ ഭാഗത്തെ റോഡിന് 3 മീറ്റർ വീതി പോലുമില്ല. മഴക്കാലമായാൽ ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. അതും വലിയൊരു പ്രശ്നമാണ്. ഈ ഭാഗത്തേക്ക് ദേശീയപാത അധികൃതർ തിരിഞ്ഞു നോക്കാതായിട്ട് വർഷം 2 ആകുന്നു.
നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിന് ഓവുചാലിന് സ്ലാബുകളില്ലാത്തത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ദിനംപ്രതി നൂറുകണക്കിന് യാത്രക്കാർ കടന്നു പോകുന്ന വഴിയാണിത്. ഇവിടെ ഓവുചാലിന് മുകളിൽ സ്ലാബുകളില്ലാത്തത് വലിയ രീതിയിലുള്ള അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. തിരക്കേറിയ റോഡിൽ മിക്കപ്പോഴും യാത്രക്കാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് ഇതിന് മുകളിലൂടെയാണ്. എന്നാൽ മിക്കയിടങ്ങളിലും ഓവുചാലിന് മുകളിൽ സ്ലാബുകളില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണിവിടെ. സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെ ഇതിന് സമീപത്ത് പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കും ഇത് അപകട ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ സ്കൂൾ പൂട്ടിയത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ ഒരുപാട് ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ്. പല സ്ഥലത്തും സ്ലാബില്ല ഓവുചാലിൽ. അത് വൻ അപകട ഭീഷണി നിലനിൽക്കുന്നുണ്ട്. അത് അധികാരിയുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കണം. അതാണ് നമുക്ക് പറയാനുള്ളത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ റോഡിൽ അണ്ടർപാസ് മുതൽ റോഡിന് ഇരുവശങ്ങളിലും പുതുതായി ഓവുചാൽ നിർമ്മിച്ച് മുകളിൽ സ്ലാബ് സ്ഥാപിക്കുകയും നടപ്പാത ഒരുക്കുകയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്ഷേത്രോത്സവത്തിന്റെ കാഴ്ചവരവിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ദാഹജലം നൽകി സ്വീകരണമൊരുക്കി മാതൃകയായി പഴയങ്ങാടിയിലെ മുസ്ലിം യുവജനങ്ങൾ. പഴയങ്ങാടി താരാപുരം ദുർഗാംബിക ക്ഷേത്രം ഉത്സവകാഴ്ച വരവിലാണ് പഴയങ്ങാടി BV റോഡിലെ STU ഓട്ടോ തൊഴിലാളികൾ ഈ മാതൃകാ പ്രവൃത്തി ചെയ്തത്. മതസൗഹാർദ്ദത്തിന്റെ മാതൃക തീർക്കുകയാണ് പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളികൾ. താരാപുരം ശ്രീ ദുർഗാംബിക ക്ഷേത്രം മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കാഴ്ചവരവ് പഴയങ്ങാടി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് BV റോഡ് ജംഗ്ഷനിലെത്തിയപ്പോഴാണ് കാഴ്ചവരവിൽ പങ്കെടുത്ത 100ഓളം ഭക്തജനങ്ങൾക്ക് ഇവർ മധുരപാനീയം വിതരണം ചെയ്തത്. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി ഇത്തരത്തിൽ ദാഹജലം വിതരണം ചെയ്തു വരുന്നുണ്ടെന്ന് പഴയങ്ങാടി BV റോഡിലെ ഓട്ടോ തൊഴിലാളിയും STO ഓട്ടോ തൊഴിലാളി യൂണിയൻ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ MP മുഹമ്മദും സുഹൃത്തുക്കളും പറഞ്ഞു. മുത്തപ്പൻകാവിൽ നിന്ന് വരുന്ന ഘോഷയാത്രയ്ക്ക്, ശ്രീ ദുർഗാംബിക ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഘോഷയാത്രയ്ക്ക് BV റോഡ് ജംഗ്ഷനിൽ നിന്ന് STO മോട്ടോർ തൊഴിലാളിയുടെ വക വർഷം തോറും കുടിവെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. അത് ഈ വർഷവും നമ്മൾ ഒരു മതസൗഹാർദ്ദത്തിന് വേണ്ടി നടത്തി വരുന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ മുത്തുക്കുടകളും താലപ്പൊലിയുമായി നൂറുകണക്കിന് ഭക്തജനങ്ങൾ കാഴ്ചവരവിൽ പങ്കെടുത്തു. രാത്രി 9 മണിയോടുകൂടി കാഴ്ചവരവ് താരാപുരം ദുർഗാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ജലബജറ്റ് അവതരണത്തിന്റെ ഭാഗമായി ബ്ലോക്ക് തല ശില്പശാല നടത്തി. പിലിക്കോട് പടുവളത്ത് നടന്ന ശില്പശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി അധ്യക്ഷയായി. മൈനർ ഇറിഗേഷൻ, കൃഷി, മണ്ണ് സംരക്ഷണം, ഹൈഡ്രോ ജിയോളജി, വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തൊഴിലുറപ്പ് വിഭാഗം പ്രതിനിധികളും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുമാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പിലിക്കോട് പടുവളത്ത് നടന്ന ശില്പശാലയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി അധ്യക്ഷത വഹിച്ചു. കാർഷികാവശ്യങ്ങൾക്കുള്ള ജലത്തിനുള്ള നെട്ടോട്ടം ഒന്നും വേണ്ട, ഒട്ടുവളരെ പ്രതിസന്ധികൾ ഇതിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, നമ്മളൊക്കെ തന്നെ പുതിയ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നവരാണ്. കഴിഞ്ഞ വർഷം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടും നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ K. ബാലകൃഷ്ണൻ ജലബജറ്റിന്റെ പുരോഗതി എന്ന വിഷയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM രാജു, സെക്രട്ടറി T. രാഗേഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ E. കുഞ്ഞിരാമൻ, T. നാരായണൻ, NPV ജാനകി, MT ബുഷ്ര, PC സുബൈദ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പൊതുചർച്ചയും ക്രോഡീകരണവും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കുണിയൻ കൈരളി വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനക്കളരി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. കുണിയൻ കൈരളി വായനശാല ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ വായനാക്കളരി സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ P. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. TV നാരായണൻ മാസ്റ്റർ, ദിയ പവിത്രൻ, PV ലതീഷ്, രവീന്ദ്രൻ K തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.